നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് 2-3 ക്ലാസ്സുകളിലായിട്ട് വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ത്യയുടെ അടുത്ത ഭാഗമായിട്ടുള്ള ഉത്തര മഹാസമതലം എന്ന പോർഷനെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്താണ് ഉത്തര മഹാസമതലം? അപ്പോൾ ഉത്തര മഹാസമതലം നമ്മുടെ ഇന്ത്യയുടെ ഏത് ഭാഗത്തായിട്ടാണ് നമുക്ക് ഉത്തര മഹാസമതലം എന്ന ഭൂവിഭാഗം സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും ഒക്കെ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചാണ് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഉത്തര മഹാസമതലം രൂപം കൊണ്ടത്. എങ്ങനെയാണ് ഉത്തര മഹാസമതലം രൂപം കൊണ്ടത്? ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചാണ് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഏത് രൂപം കൊള്ളുന്നത്? ഉത്തര മഹാസമതലം രൂപം കൊള്ളുന്നത്. ഉത്തര മഹാസമതലത്തിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് 3200 കിലോമീറ്ററാണ്. ഉത്തര മഹാസമതലത്തിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററാണ്? 3200 കിലോമീറ്ററാണ്. ഓക്കെ, ഇതിൽ ഇന്ത്യയിൽ ഏകദേശം 2400 കിലോമീറ്റർ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഉത്തര മഹാസമതലം എന്ന് പറയുന്ന ഈ സമതല പ്രദേശം സിന്ധു നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ നീണ്ടു കിടക്കുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാനിലും എന്തുണ്ട്? നമ്മുടെ ഉത്തര മഹാസമുദ്രത്തിൻ്റെ ഭാഗമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ടോട്ടൽ പറയുമ്പോൾ 3200 കിലോമീറ്ററോളം ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇതിൻ്റെ നീളം എത്രയാണെന്ന് വെച്ചാൽ 2400 കിലോമീറ്റർ. അപ്പോൾ ഉത്തര മഹാസമുദ്രത്തിൻ്റെ ഇന്ത്യയിലെ നീളം എത്രയാണ്? 2400 കിലോമീറ്ററാണ്. 2400 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഉത്തര മഹാസമുദ്രം പ്രധാനമായിട്ടും എത്ര സംസ്ഥാനങ്ങളിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് പ്രകാരം 8 സംസ്ഥാനങ്ങളിലേ ഉള്ളൂ കേട്ടോ. ഉത്തര മഹാസമുദ്രം സ്കൂൾ ടെക്സ്റ്റ് പ്രകാരം 8 സംസ്ഥാനങ്ങളിലാണ്. പക്ഷേ 8 സംസ്ഥാനങ്ങളിലല്ല, മെയിനായിട്ട് ഉത്തർപ്രദേശൊക്കെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. സ്കൂൾ ടെക്സ്റ്റിൽ ഉത്തർപ്രദേശ് വരുന്നില്ല. എൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഞാൻ പറയുന്ന സംസ്ഥാനങ്ങൾ കൂടാതെ ഉത്തർപ്രദേശിലും ഉത്തര മഹാസമുദ്രം ഉണ്ട് എന്നൊന്ന് ആലോചിച്ച് വയ്ക്കുക. കാരണം നമ്മൾ ഗംഗാനദിയുടെ പോഷക നദികളും ഒക്കെ ഗംഗാനദിയും ഒക്കെ ഒഴുകുന്നുണ്ട് ഉത്തർപ്രദേശിലൂടെ. അപ്പോൾ എന്താണ് ഉത്തര മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് ഉത്തർപ്രദേശും. സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്നില്ല, ആലോചിച്ച് വെച്ചേക്കാം. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? സ്കൂൾ ടെക്സ്റ്റ് പറയുന്ന 8 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബീഹാർ, ബംഗാൾ, അസം, ഹരിയാന, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, പഞ്ചാബ്. ഓക്കെ, അപ്പം ബീഹാർ, ബംഗാൾ, പശ്ചിമ ബംഗാൾ, അസം, ഹരിയാന, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, പഞ്ചാബ്, അങ്ങനെ 8 സംസ്ഥാനങ്ങളിലായിട്ടാണ് എന്ത് വ്യാപിച്ച് കിടക്കുന്നത്? ഉത്തര മഹാസമുദ്രം വ്യാപിച്ച് കിടക്കുന്നത്. ഉത്തര മഹാസമതലത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗവുമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് അത് ഉത്തർപ്രദേശ് തന്നെയാണ്. ഉത്തര മഹാസമതലത്തിൻ്റെ കൂടുതൽ ഭാഗവും എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. എന്നാൽ കുറച്ച് ഭാഗം എവിടെയാണെന്ന് വെച്ചാൽ അത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഉത്തര മഹാസമതലത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രം, ഉത്തര മഹാസമതലത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഏരിയ മാത്രമുള്ള സംസ്ഥാനം ഏതാണ്? ഈ ഉള്ള സംസ്ഥാനങ്ങളിൽ ഏതാണ്? അത് ഉത്തരാഖണ്ഡാണെന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഏതൊക്കെ രാജ്യങ്ങളിലായിട്ട് ഉത്തര മഹാസമതലം വ്യാപിച്ച് കിടക്കുന്നു? ഈ സമതല പ്രദേശം വ്യാപിച്ച് കിടക്കുന്ന ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ്? പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് രാജ്യങ്ങളിലായിട്ടാണ് ഉത്തര മഹാസമുദ്രം വ്യാപിച്ച് കിടക്കുന്നത്. നമുക്കറിയാം സിന്ധു നദി എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലാണ് അല്ലേ കൂടുതലുള്ള. അപ്പം പാകിസ്ഥാനിൽ മുതൽ പിന്നെന്താണ് ഇന്ത്യയിലുണ്ട്, പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ ഗംഗാ നദി, ബ്രഹ്മപുത്ര നദിയൊക്കെ ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തര മഹാസമുദ്രം ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത്? പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്. ഓക്കെ, താർ മരുപ്രദേശത്ത് നിന്ന് ഉത്തര മഹാസമുദ്രത്തിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഏതെന്ന് പറയുന്നത്? ലൂ. ഓക്കെ, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ താർ മരുപ്രദേശത്ത് നിന്ന് ഉത്തര മഹാസമുദ്രത്തിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ എന്ന് പറയുന്നത്. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഉത്തര മഹാസമുദ്രത്തിലേക്ക് വീശുന്ന ശൈത്യക്കാറ്റാണ് പശ്ചിമ അസ്വസ്ഥത. അപ്പോൾ ഉത്തര മഹാസമുദ്രത്തിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂവും ഉത്തര മഹാസമുദ്രത്തിലേക്ക് വീശുന്ന ശൈത്യക്കാറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പശ്ചിമ അസ്വസ്ഥതയുമാണ്. ഉത്തര മഹാസമുദ്രത്തിൻ്റെ നദികൾ ഒഴുകുന്നത് ശിഖരാകൃതിയിലാണ്. ഉത്തര മഹാസമുദ്രത്തിൽ എങ്ങനെയാണ് നദികൾ ഒഴുകുന്നത്? ശിഖരാകൃതിയിലാണ്. അതായത് നമ്മുടെ പർവ്വത ചെരുവിലൂടെ നദികൾ കുത്തനെ
നേർരേഖയിലൂടെ ഒഴുകുന്നത് പോലെ അല്ല. നേർരേഖ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കെയിൽ വരയ്ക്ക് നേർരേഖ സംകല്പിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒഴുകുന്നത് പോലെയല്ല. ഉത്തരമഹാസമതലത്തിൽ നദികൾ എങ്ങനെയാണ് ഒഴുകുന്നത്? ശിഖരാകൃതിയിലാണ്. അതായത് ഒരുപാട് കൈവഴികളും പോഷക നദികളും അങ്ങനെ ശാഖകളായിട്ടൊക്കെ ഒഴുകുന്ന നദികളാണ് എവിടെയുള്ളത്? ഉത്തരമഹാസമതലത്തിൽ ഒഴുകുന്നത്. അതിൻ്റെ കാരണം എന്താണ്? സമതല പ്രദേശമാണല്ലേ. നദികൾക്ക് കൈമാറി ഒഴുകാൻ വഴിമാറി ഒഴുകാൻ എളുപ്പമാണ് സമതല പ്രദേശങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടാണ് ശിഖരാകൃതിയിൽ നദികൾ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. എവിടെ? ഉത്തരമഹാസമതലത്തിൽ എന്ന് പറയുന്നത്. ഇനി ഉത്തരമഹാസമതലത്തിന് ഒത്തിരി വിശേഷണങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഉത്തരമഹാസമതലത്തിൻ്റെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത്? ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലത്തെയാണ്. ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല്. പിന്നെന്താണ് അടുത്തത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. അപ്പോൾ ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന എന്തിനെയാണ്? ഉത്തരമഹാസമതലത്തെയാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ഉത്തരമഹാസമതലത്തെയാണ്. ഓക്കെ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ഉത്തരമഹാസമതലത്തെയാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം എന്നോർത്ത് വെച്ചോളണം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഏത്? ഉത്തരമഹാസമതലം. ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് ഉത്തരമഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഉത്തരമഹാസമതലം. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം ഉത്തരമഹാസമതലം. ഭാരതീയ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ മാനവികതയുടെ കളിത്തൊട്ടിൽ, ഇന്ത്യൻ മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗവും ഏതാണ്? ഉത്തരമഹാസമതലമാണ്. ആര്യന്മാരുടെ നാട് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരമഹാസമതലത്തെയാണ്. അപ്പോൾ ഒത്തിരി വിശേഷണങ്ങളുണ്ട്, ഓർത്ത് വെച്ചേക്കാം. ഇന്ത്യൻ കൃഷിഭൂമിയുടെ നട്ടെല്ല്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം, ഇന്ത്യയുടെ ധാന്യപ്പുര, ഇന്ത്യൻ മാനവികതയുടെ കളിത്തൊട്ടിൽ, ആര്യന്മാരുടെ നാട്. അങ്ങനെ ഒത്തിരി വിശേഷണങ്ങൾ എന്തിനുണ്ട്? ഉത്തരമഹാസമതലത്തിനുണ്ട്. എല്ലാ പോയിന്റുകളും കവർ ചെയ്താണ് പോകുന്നത് കേട്ടോ. നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ ചാനലിൽ നിന്ന് കാണുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊരു ക്ലാസ് തേടി പോവേണ്ടി വരത്തില്ല. കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു പരീക്ഷയ്ക്കും നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ സമതല പ്രദേശം എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതിനെ പറയാം? ഉത്തരമഹാസമതലത്തെ പറയാം കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ സമതല പ്രദേശമെന്നോ ലോകത്തെ ഏറ്റവും വലിയ എക്കൽ സമതലമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഉത്തര മഹാസമതലം പറയാം. ഉത്തരമഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷിഭൂമിയാണ് ഏതെന്ന് പറയുന്നത്? ഉത്തരമഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷിഭൂമിയാണ് ഉത്തരമഹാസമതലം. ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ലെന്ന് തന്നെയല്ലേ എന്നെ വിളിക്കുന്നത്. ഓക്കെ. ഇന്ത്യയുടെ ഏറ്റവും വലിയ കൃഷിഭൂമിയാണ് ഉത്തരമഹാസമതലം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണോ? അല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം നമ്മൾ ഇനി പഠിക്കാനുള്ള ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂവിഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഉത്തരമഹാസമതലം. നമ്മുടെ ഇന്ത്യയെ ഭൂപ്രകൃതി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ വിഭാഗമാണ്, ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ഉത്തരമഹാസമതലം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മേഖല ഏതാണ്? ഉത്തരമഹാസമതലത്തിലെ പ്രദേശമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയും ഉള്ള ഭൂവിഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഉത്തരമഹാസമതലം. അപ്പോൾ ജനസംഖ്യയുടെ കാര്യത്തിലും സാന്ദ്രതയുടെ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്നത് ഏതാണ്? ഉത്തരമഹാസമതലമാണ്. ഓക്കെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ്, റെയിൽ, കനാല് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം കാണപ്പെടുന്ന എവിടെ തന്നെയാണ്? ഉത്തരമഹാസമതലത്തിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ റോഡ്, റെയിൽ, കനാൽ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എവിടെയാണ്? ഉത്തരമഹാസമതലത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭൂവിഭാഗം ഏതാണെന്ന് വെച്ചാൽ അതേതാണ്? ഉത്തരമഹാസമതലമാണ്. ഇന്ത്യയിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ടതെന്നോ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭൂവിഭാഗം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് ഉത്തരം? ഉത്തരമഹാസമതലമാണ്. വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്നതിൻ്റെ വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്നതിൻ്റെ ബേസിൽ മൂന്നായിട്ടാണ് ഉത്തരമഹാസമതലത്തെ തരംതിരിക്കുന്നത്. നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ വടക്ക് നിന്ന് തെക്കോട്ട് നമ്മൾ ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നൊക്കെ തിരിച്ചതുപോലെ ഇവിടെ ഉത്തരമഹാസമതലത്തെ നമ്മൾ വടക്ക് നിന്ന് തെക്കോട്ടുള്ള രീതിയിൽ തിരിക്കുവാണെങ്കിൽ എത്രയായിട്ട് തിരിക്കാം? മൂന്നായിട്ട് തിരിക്കാം. എങ്ങനെയാണ്? ഭാബർ, ടെറായി, എക്കൽ സമതലം. എങ്ങനെയൊക്കെയാണ്? ഭാബർ, ടെറായി, എക്കൽ സമതലം എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഉത്തരമഹാസമതലത്തെ തിരിക്കാം. ഓക്കെ. എന്താണ് അപ്പോൾ ഭാബർ എന്ന് പറയുന്നത്? സിവാലിക്കിന് തെക്കായിട്ട്. സിവാലിക്ക് എന്ന് പറയുമ്പോൾ ഏതിൻ്റെ പോർഷനാ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക് നമ്മുടെ ഹിമാലയത്തിൻ്റെ പോർഷനാണ്. അപ്പോൾ സിവാലിക്കിന് തെക്ക്, സിവാലിക്കിന് സമാന്തരമായി ഏകദേശം 8 മുതൽ 10 കിലോമീറ്റർ വീതിയിൽ വ്യാപിച്ചിരിക്കുന്ന പാറകൾ നിറഞ്ഞ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഭാബർ എന്ന് പറയുന്നത്. എന്താണ് ഭാബർ? സിവാലിക്കിന് തെക്ക്, സിവാലിക്കിന് സമാന്തരമായി ഏകദേശം 8 മുതൽ 10 കിലോമീറ്റർ വീതിയിൽ വ്യാപിച്ചിരിക്കുന്ന പാറകൾ നിറഞ്ഞ ഭാഗമാണ് ഭാബർ.
സിവാലിക്കിന് തെക്ക് നദികളും അരുവികളുമെല്ലാം അപ്രത്യക്ഷമാകുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? അത് ഭാബറാണ്. സിവാലിക്കിന് തെക്കായിട്ട് നദികളും അരുവികളുമെല്ലാം അപ്രത്യക്ഷമാകുന്ന മേഖല. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ പറയുന്നത്? അതിൻ്റെ കാര്യം അവിടെ പാറകൾ നിറഞ്ഞതാണെന്ന് പറഞ്ഞല്ലേ. ഈ പാറകൾക്കിടയിലൂടെ അങ്ങ് നദികൾ ഒഴുകിപ്പോകും. അപ്പോൾ നമുക്ക് പല പ്രദേശങ്ങളിലും നദികൾ ഒഴുകുന്നത് അറിയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ സിവാലിക്കിന് തെക്ക് നദികളും അരുവികളുമൊക്കെ അപ്രത്യക്ഷമാകുന്ന മേഖല എന്നും എന്തിനെ അറിയപ്പെടാറുണ്ട്? ഭാബറിനെ അറിയപ്പെടാറുണ്ട്. കൃഷിയോഗ്യമല്ലാത്ത മേഖലയാണ്. ഉത്തരമഹാസമുദ്രത്തിലെ കൃഷിയോഗ്യമല്ലാത്ത ഏക പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ഭാബർ. പാറകളല്ലേ, പാറകൾക്കിടയിൽ നമ്മളെങ്ങനെ കൃഷി ചെയ്യും? അപ്പോൾ ഉത്തരമഹാസമുദ്രം എന്ന് പറയുമ്പോൾ പൊതുവെ വളരെയധികം ഫലഭൂഷ്ടിയുള്ള മണ്ണുള്ള കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മേഖലയാണ്. എന്നാൽ ഉത്തരമഹാസമുദ്രത്തിലെ ഭാബർ എന്ന് പറയുന്നത് കൃഷിയോഗ്യമല്ലാത്ത ഏക പ്രദേശമാണ്. ഉത്തരമഹാസമുദ്രത്തിലെ കൃഷിയോഗ്യമല്ലാത്ത ഏക പ്രദേശമാണ്, ഏക ഭാഗമാണ്. ഉത്തരപർവ്വത മേഖലയ്ക്ക് ചേർന്ന് കിടക്കുന്ന ഉത്തരമഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഭാബർ എന്ന് പറയുന്നത്. ഉത്തരപർവ്വത മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഉത്തരമഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് ഭാബർ എന്ന് പറയുന്നത്. ഉത്തരപർവ്വത മേഖലയിലെ നദികൾ ശക്തമായ അപരദനത്തിന് ശേഷം നിക്ഷേപണം ആരംഭിക്കുന്ന മേഖലയാണ് ഭാബർ. ഉത്തരപർവ്വത മേഖലയിലെ നദികൾ ശക്തമായ അപരദനത്തിന് ശേഷം നിക്ഷേപണം ആരംഭിക്കുന്ന മേഖല ഏതാണെന്ന് വെച്ചാൽ അതേതാണ്? ഭാബറാണ്. ഉത്തരപർവ്വത മേഖലയിലെ നദികളൊക്കെ കുത്തനെ ഒഴുകുക അല്ലേ, വളരെ വേഗത്തിൽ ഒഴുകുക. അവിടെ അപരദനം മാത്രമേ നടക്കുള്ളൂ, നിക്ഷേപണം നടക്കില്ല. അതെന്താ അങ്ങനെ? കുത്തനെയുള്ള പ്രദേശങ്ങളായതുകൊണ്ട് നമുക്കൊന്നും നിക്ഷേപിച്ച് വരാനായിട്ട് കഴിയില്ല. എന്നാൽ അവിടെയുള്ളവയൊക്കെ വഹിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വഹിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് നമ്മൾ അപരദനം എന്ന് പറയുന്നത്. ഈ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ എന്ത് ചെയ്യുന്നു? എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് നിക്ഷേപണം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നിരപ്പായ പ്രദേശങ്ങളിലേക്ക് കയറുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിക്ഷേപണം ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ ഉത്തരമഹാസമതല പ്രദേശത്തെ ഭാഗമല്ലേ ഭാബർ എന്ന് പറയുന്നത്. അപ്പം ഭാബർ പ്രദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ നദികൾ എന്താരംഭിക്കും? നിക്ഷേപണം ആരംഭിച്ച് തുടങ്ങും. ഇതാണ് ഭാബർ പ്രദേശം എന്ന് പറയുന്നത്. ഇനി ഭാബറിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് ടെറായി ആണ്. ടെറായിയെ കുറിച്ച് എന്തൊക്കെ നോക്കാം? ഭാബറിന് തെക്ക് ഭാബറിന് സമാന്തരമായി ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ വ്യാപിച്ചിരിക്കുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായി എന്ന് പറയുന്നത്. ഭാബറിന് തെക്ക് ഭാഗത്തായിട്ട് ഭാബറിന് തന്നെ സമാന്തരമായി ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ വ്യാപിച്ചിരിക്കുന്ന ചതുപ്പ് പ്രദേശമാണേത്? ടെറായി. ഭാബറിന് തെക്ക് നദികളും അരുവികളും ഒക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നത് ഈ ടെറായി പ്രദേശത്ത് വെച്ചാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് വരുന്ന നദികൾ ഭാബർ പ്രദേശത്തെത്തുമ്പോൾ എന്ത് ചെയ്യും? അപ്രത്യക്ഷമാവുമെന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് കാണാൻ കഴിയില്ല. നദികൾ ഒഴുകുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ആ നദികളൊക്കെ വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് ടെറായിൽ വെച്ചിട്ടാണ്. ടെറായിൽ ഭാബറിന് തെക്ക് നദികളും അരുവികളും ഒക്കെ പൂർവ്വസ്ഥിതിയിൽ ഒഴുകുന്നത് ഏത് പ്രദേശത്ത് വെച്ചാണ്? ടെറായിൽ വെച്ചാണ്. ഇന്ത്യ വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്നെത്തിയ അഭയാർത്ഥികൾക്ക് കൃഷിയോഗ്യമാക്കി കൊടുത്ത പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ഈ ടെറായി പ്രദേശം. ഓക്കെ, അപ്പോൾ ഈ ടെറായി പ്രദേശം മുൻപ് കൃഷി ഒന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു. പക്ഷേ ഇന്ത്യ വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് എത്തിയ അഭയാർത്ഥികൾക്ക് അവർക്കൊരു ജീവനമാർഗ്ഗം ഉണ്ടായി കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്രദേശം എന്താക്കി കൊടുത്തു? സർക്കാർ കൃഷിയോഗ്യമാക്കി കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി ഈ ടെറായി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. നാഷണൽ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്? ദുധുവ നാഷണൽ പാർക്ക് ഉത്തർപ്രദേശിലെ ടെറായി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്ത് ചോദിക്കില്ല. എന്നാലും ഉത്തർപ്രദേശിലെ ദുധുവ നാഷണൽ പാർക്ക് എവിടെയാണ്? ടെറായി പ്രദേശത്ത്. അസമിലെ കാസിരംഗ, ഘാഗ്ര നദി ഇതെല്ലാം ടെറായി പ്രദേശത്തൂടെ ഒഴുകുന്നതാണ്. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം എവിടെയാണ്? ടെറായിലാണ്. പിന്നെ ഘാഗ്ര നദി ഒഴുകുന്നത് ടെറായി പ്രദേശത്തു കൂടിയാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ചതുപ്പ് പ്രദേശമാണ്. 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ വ്യാപിച്ചിരിക്കുന്നു. കൃഷി യോഗ്യമാക്കി കൊടുത്തത് ഇന്ത്യ വിഭജന സമയത്താണ്. പാകിസ്ഥാൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇതങ്ങനെ ചെയ്തു കൊടുത്തത്. നദികളൊക്കെ വീണ്ടും പൂർവ്വസ്ഥിതിയിൽ ഒഴുകുന്നതിലൂടെയാണ്. ഇതിലൂടെ ഒഴുകുന്ന നദിയാണ് ഇത് ഘാഗ്ര എന്ന് പറയുന്ന നദി. പിന്നെ ദുധ്വ നാഷണൽ പാർക്ക്, കാസിരംഗ ദേശീയോദ്യാനം തുടങ്ങിയൊക്കെ എവിടെയാണ്? അത് ഈ ടെറായി പ്രദേശത്താണെന്ന് ആലോചിച്ച് വെച്ചേക്കാം. കാസിരംഗ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? അത് അസമിലാണ് കേട്ടോ. അസമിൽ കാസിരംഗ വന്യജീവി സങ്കേതം എവിടെയാണ്? അസമിലാണ്. ദുധ്വ നാഷണൽ പാർക്ക് എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് ടെറായിക്ക് ശേഷം വരുന്നതാണ് എക്കൽ സമതലങ്ങൾ. ഏതാണ്? എക്കൽ സമതലങ്ങൾ. ടെറായിക്ക് ശേഷം വരുന്നതാണ് എക്കൽ സമതലങ്ങൾ. അപ്പോൾ എക്കൽ സമതലം പറയുമ്പോൾ നമുക്ക് 2 രീതിയിൽ പറയാം. പുതിയ എക്കൽ സമതലങ്ങളും ഉണ്ട്, പഴയ എക്കൽ സമതലങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് 2 പേരാണ്. പുതിയ എക്കൽ സമതലങ്ങളെ നമ്മൾ ഖാദർ എന്നും
പഴയ എക്കൽ സമതലങ്ങളെ നമ്മൾ ഭംഗർ എന്നും പറയും. അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ എക്കൽ സമതലവും പഴയ എക്കൽ സമതലവും ഒക്കെ രൂപം കൊള്ളുന്നത്? എന്താണ് ഈ എക്കൽ സമതലം? അതായത് നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് എക്കൽ മണ്ണുണ്ടാകുന്നത്. അതെ, നദികൾ ഞാൻ പറഞ്ഞില്ലേ ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് വരുമ്പോൾ അവസാദങ്ങൾ ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരും, അപരദനത്തിലൂടെ വഹിച്ചു കൊണ്ടുവരും. നമ്മുടെ സമതല പ്രദേശത്ത് എത്തുമ്പോഴേക്കും അത് നിക്ഷേപണം ആരംഭിക്കും. അപ്പം നിക്ഷേപിച്ചുണ്ടാകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടാകുന്ന, അല്ലെങ്കിൽ നദികളുടെ അപരദന ഫലമായി രൂപം കൊള്ളുന്ന സമതലങ്ങളാണ് എക്കൽ സമതലം എന്ന് പറയുന്നത്. അതായത് അവിടെ ഫലപുഷ്ടി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ നദികളിങ്ങനെ ഒഴുകുന്ന അനുസരിച്ച് ഇങ്ങനെ നിക്ഷേപണം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചു, വീണ്ടും നദികൾ ഒഴുക്കിക്കൊണ്ട് വരുമ്പോൾ വീണ്ടും നിക്ഷേപിക്കും. അപ്പോൾ ഇങ്ങനെ ആദ്യം നിക്ഷേപിക്കപ്പെട്ടവ ഇങ്ങനെ പുറകിലേക്ക് തള്ളിയായിരിക്കും പുതിയത് ഇങ്ങനെ നിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ ചെയ്യുക? ഒരു സാധനം നമ്മളിങ്ങനെ ഒരു അടുക്കി വെച്ചേക്കുന്ന ഇതിലേക്ക് മറ്റൊന്നിനെ തള്ളി കയറ്റുമ്പോൾ മറ്റുള്ളവ എന്ത് ചെയ്യും? അതിങ്ങനെ രണ്ട് വശത്തേക്ക് പുറകിലേക്ക് നീങ്ങും. അപ്പോൾ അങ്ങനെ നദികൾ നിക്ഷേപിച്ച് അപരദനത്തിലൂടെ നിക്ഷേപിച്ച് നീങ്ങിയ ഈ എക്കൽ മണ്ണ് എന്ത് ചെയ്യുന്നു? പുറകിലേക്ക് നീങ്ങി അതെന്താവും? പഴയ എക്കൽ സമതലങ്ങളാവും. അപ്പോൾ അവിടെ കൃഷിയൊക്കെ ചെയ്ത് അവിടുത്തെ ഫലപുഷ്ടിയൊക്കെ കുറയും. അപ്പോൾ പുതിയ എക്കൽ മണ്ണ് വീണ്ടും നിക്ഷേപിക്കപ്പെടും. അവിടെ പൊതുവെ എന്താണ്? ഫലപുഷ്ടി കൂടുതലായിരിക്കും. അതായത് എക്കൽ മണ്ണിന് ഫലപുഷ്ടി എന്താണ്? മറ്റുള്ള മണ്ണിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതിൽ തന്നെ പുതിയ എക്കൽ സമതലത്തിലും പഴയ എക്കൽ സമതലത്തിലും വ്യത്യാസമുണ്ട്. എങ്ങനെയാണ്? ഖാദറിനാണ് കൂടുതൽ ഫലപുഷ്ടിയുള്ളത്. പുതിയ എക്കൽ മണ്ണിനാണ് കൂടുതൽ ഫലപുഷ്ടി. എന്തിനെ അപേക്ഷിച്ച്? ഭംഗറിനെ അപേക്ഷിച്ച്. അതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം. അപ്പോൾ പഴയ എക്കൽ മണ്ണ് നിറഞ്ഞ പ്രദേശത്തെ നമ്മൾ ഭംഗർ എന്നാണ് പറയുന്നത്. ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ഭാഗവും ഭംഗറാണ്. സ്വാഭാവികമല്ലേ? പഴയ എക്കൽ മണ്ണായിരിക്കുമല്ലോ കൂടുതൽ വർഷങ്ങളായിട്ട് നിക്ഷേപിക്കുന്നത് അല്ലേ കൂടുതൽ. പുതുതായിട്ടെന്ന് പറയുമ്പോൾ കുറച്ച് നാളത്തെ മണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉത്തരമഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? അത് ഭംഗർ സമതലമാണ്. നദീതടങ്ങളിൽ നിന്ന് അകന്ന് മാറിയാണ് ഇവ കാണപ്പെടുന്നത്. നദീതടങ്ങളോട് ചേർന്നെന്ന് പറയുമ്പോൾ അപ്പോൾ നിക്ഷേപിക്കുന്ന മണ്ണായിരിക്കും ഉണ്ടാവുക. അത് പുതിയ എക്കൽ മണ്ണ്. അപ്പോൾ ഈ ഭംഗർ എന്ന് പറയുന്ന പഴയ എക്കൽ മണ്ണായതുകൊണ്ട് തന്നെ നദീതടങ്ങളിൽ നിന്ന് അകന്ന് കാണപ്പെടുന്നതാണ് ഏത്? ഭംഗർ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ പറയുന്നത് നമ്മളെ ബംഗാൾ മേഖലയിലെ ബെരിന്ത് സമതലം, ബെരിന്ത് സമതലം കേട്ടോ. ബംഗാൾ മേഖലയിലെ ബെരിന്ത് സമതലം എന്തിന് എക്സാമ്പിളാണ്? ഭംഗർ സമതലത്തിന് എക്സാമ്പിളാണ് ബംഗാൾ മേഖലയിലെ ബെരിന്ത് സമതലം. ഇത്രയും ആലോചിച്ച് വെച്ചാൽ മതി. പഴയ എക്കൽ മണ്ണാണ് ഭംഗർ. ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. നദീതടങ്ങളിൽ നിന്ന് അകന്ന് കാണപ്പെടുന്നതാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബംഗാളിലെ ബെരിന്ത് സമതലം എന്താണ്? ഭംഗറിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഖാദർ സമതലം എന്ന് പറയുമ്പോൾ പുതിയ എക്കൽ മണ്ണ്, ഖാദർ മണ്ണ് കൊണ്ട് നിറഞ്ഞ പ്രദേശമാണ് ഖാദർ സമതലം എന്ന് പറയുന്നത്. നദീതടങ്ങളോട് ചേർന്നാണ് ഖാദർ സമതലങ്ങൾ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പൊതുവേ ഫലപുഷ്ടി കൂടുതലുള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഈ ഖാദർ സമതലം എന്ന് പറയുന്നത് കേട്ടോ. പൊതുവേ ഫലപുഷ്ടി കൂടുതലുള്ള സമതലമാണ് ഖാദർ സമതലം. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ബംഗാൾ പ്രദേശത്ത് കാണപ്പെടുന്ന ഏതാ? ഭംഗർ സമതലമാണ് ഏത്? ബെരിന്ത് എന്ന് പറഞ്ഞു. അതുപോലെ ഗംഗാ യമുന നദികൾക്കിടയിൽ കാണപ്പെടുന്ന ഭംഗർ സമതലമാണ് ഭുർ സമതലം കേട്ടോ. അപ്പോൾ ബെരിന്ത് സമതലവും ഭുർ സമതലവും ഏത് സമതലത്തിന് ഉദാഹരണമാണ്? ഭംഗർ സമതലത്തിന് ഉദാഹരണമാണ്. ഗംഗാ യമുന നദികൾക്കിടയിലുള്ള ഭംഗർ സമതലം ഭുർ സമതലം, ബംഗാളിൽ കാണപ്പെടുന്ന ഭംഗർ സമതലം ബെരിന്ത് സമതലം. അതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം. പിന്നെ നമ്മൾ ടെറായിലൂടെ കൂടുതൽ ദൂരം ഒഴുകുന്ന നദിയാണ് ഇത്? ഖാഗ്ര എന്നൊക്കെ പറഞ്ഞു. ഖാഗ്ര ഗംഗയുടെ ഒരു പോഷക നദിയാണ് ഖാഗ്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വടക്ക് നിന്ന് തെക്കോട്ട് വരുന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ ഏതൊക്കെയായിട്ട് തരംതിരിച്ചത്? ഭാബർ, ടെറായി, എക്കൽ സമതലം അങ്ങനെ തരംതിരിച്ചല്ലേ. ഇവിടുന്ന് വടക്കും തെക്കോട്ട് വരുന്തോറും ഭാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്നിങ്ങനെ നമ്മൾ വേർതിരിച്ചു. ഇനി നമുക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്ന രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഉത്തര മഹാസമുദ്രത്തെ നാലായിട്ട് തിരിക്കാം. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്ന രീതിയിലും ഉത്തര മഹാസമുദ്രത്തെ നാലായി തിരിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോഗ്രഫി ക്ലാസ്സുകൾ കേൾക്കുന്ന ടൈമിൽ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി ക്ലാസ്സാണ് കേൾക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ മാപ്പ് ഒന്ന് കയ്യിലെടുത്ത് വെച്ചൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിലോ മറ്റോ കയറിയിട്ടൊരു പിക്ചർ വരച്ചെടുത്താലും മതി. കാരണം നമ്മൾ വരയ്ക്കുന്നതാണ് കൂടുതൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. ഏകദേശം എവിടെയൊക്കെയാണ് നമ്മൾ വരച്ചേക്കുന്നത്. നമ്മളൊരു നോട്ട്ബുക്കിൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു ബുക്കിൽ മിനിമം ഒരു 3 ഇന്ത്യൻ ഭൂപടങ്ങളെങ്കിലും വേണം. ഒന്നുകിൽ നമ്മളത് വരച്ചത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കോപ്പി എടുത്തതോ അങ്ങനെ പ്രിൻ്റ് എടുത്തതോ എന്തോ വേണോ ആവാം. അപ്പോൾ അതൊന്ന് കരുതി വെച്ചേക്കാം. പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവും അത് കേട്ടോ. എപ്പോഴായാലും ഒന്ന് ഉപയോഗപ്പെടും. നമ്മളിങ്ങനെ മനസ്സിലാക്കി പഠിക്കുന്നത് കൂടുതൽ നാൾ ഓർത്തിരിക്കും. അപ്പോൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്ന രീതിയിൽ നമുക്ക് ഉത്തര മഹാസമുദ്രത്തെ എത്രയായി തിരിക്കാം? 4ആയി തിരിക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് മരുസ്ഥലി ബാഹർ സമതലം. ഏതാണ്? മരുസ്ഥലി ബാഹർ സമതലം. താർ മരുഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന സമതല പ്രദേശമാണ് മരുസ്ഥലി ബാഹർ സമതലം. താർ മരുഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന സമതല പ്രദേശമാണ് മരുസ്ഥലി ബാഹർ സമതലം.
താർ മരുഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗമാണ് നമുക്ക് പറയാം കേട്ടോ. താർ മരുഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗമാണ് എന്ന് പറയുന്നത് മരുസ്ഥലി ബാഹർ സമതലമായിട്ട് വരുന്നത്. മഴ ഏറ്റവും കുറവ് ലഭിക്കുന്ന ഉത്തര മഹാസമതലത്തിലെ ഭാഗമാണ്. സ്വാഭാവികമായിരിക്കുമല്ലോ, താർ മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം. അപ്പോൾ മഴ ഏറ്റവും കുറവ് ലഭിക്കുന്ന ഉത്തര മഹാസമതലത്തിലെ ഭാഗമാണ് ഇത് മരുസ്ഥലി ബാഹർ സമതലം. ജനസംഖ്യയും ജനസാന്ദ്രതയും ഒക്കെ ഏറ്റവും കുറവുള്ള ഉത്തര മഹാസമതലത്തിലെ ഭാഗമാണ്. പൊതുവേ ഉത്തര മഹാസമതലത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ജനസാന്ദ്രതയും, നമ്മളത് പഠിച്ചതാണ്. അപ്പോൾ അതിൽ വെച്ച് ഉത്തര മഹാസമതലത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കുറവ് ജനസംഖ്യയും ജനസാന്ദ്രതയൊക്കെ എവിടെയാണ്? മരുസ്ഥലി ബാഹർ സമതലത്തിലാണ്. ഓക്കെ, ലൂണി സരസ്വതി നദികളുടെ നദികളുടെയും അവയുടെ പോഷക നദികളുടെയും, ലൂണി സരസ്വതി നദികളുടെയും അവയുടെ പോഷക നദികളുടെയും ഇന്ദിരാഗാന്ധി കനാലിൻ്റെയൊക്കെ വെള്ളവും അത് വഹിച്ചു കൊണ്ടുവരുന്ന വെള്ളമൊക്കെ കൊണ്ടാണ് എന്ത് രൂപപ്പെട്ടത്? മരുസ്ഥലി ബാഹർ സമതലം രൂപപ്പെട്ടത്. അപ്പോൾ മരുസ്ഥലി ബാഹർ സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ നദികൾ ചോദിച്ചാൽ ലൂണിയും സരസ്വതിയും പോഷക നദികളുമാണ്. അതിൻ്റെ കൂടെ ഏതുകൊണ്ട്? നദിയെ കൂടാതെ ഇന്ദിരാഗാന്ധി കനാലും ഇതിനൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളവും എന്ത് നിക്ഷേപിക്കുന്നുണ്ട്? എക്കൽ മണ്ണ് നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. അപ്പോൾ ഈ സമതലത്തിലെ കൃഷി എന്താണ്? ബാർലി, ബജ്റ, ജോവർ തുടങ്ങിയവയൊക്കെയാണ് ഇവിടെ മരുസ്ഥലി ബാഹർ സമതലത്തിൽ കൃഷി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ബാർലി, ബജ്റ, ജോവർ. മരുസ്ഥലി ബാഹർ സമതലത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ലൂണി സരസ്വതി നദികളുടെയും ഇന്ദിരാഗാന്ധി കനാലിൻ്റെയും നിക്ഷേപണ ഫലമായിട്ടാണ് എന്ത് രൂപം കൊള്ളുന്നത്? മരുസ്ഥലി ബാഹർ സമതലം രൂപം കൊള്ളുന്നത്. താർ മരുഭൂമിയുടെ ഭാഗമാണ്. മഴ ഏറ്റവും കുറവ് ലഭിക്കുന്നു. ജനസംഖ്യയും ജനസാന്ദ്രതയും ഏറ്റവും കുറവാണ്. ഓക്കെ, ഇവിടുത്തെ കൃഷി എന്തൊക്കെയാണ്? ബാർലി, ബജ്റ, ജോവർ എന്നിവയൊക്കെയാണ്. ഇനി വരുന്നതാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലം. ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടുള്ളത്. ഏത് നദിയുടെ അപരദന ഫലമായിട്ട് രൂപം കൊണ്ടു? നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടു? സിന്ധുവും സിന്ധുവിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊണ്ടതാണ് ഏതെന്ന് പറയുന്നത്? പഞ്ചാബ് ഹരിയാന സമതലം. അപ്പോൾ ഇത്രയും ആലോചിച്ച് വെച്ചാൽ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഉത്തരമഹാസമതലത്തിൻ്റെ ഭാഗം ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലം. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ? പഞ്ചാബിലും ഹരിയാനയിലും. ഏത് നദിയുടെ നിക്ഷേപണ ഫലമായിട്ട്? സിന്ധുവിൻ്റെയും അതിൻ്റെ പോഷക നദികളുടെയും. ഓക്കെ, അപ്പോൾ മരുസ്ഥലി ബാഹർ ആണെങ്കിൽ ലൂണി സരസ്വതി, പഞ്ചാബ് ഹരിയാന ആണെങ്കിൽ സിന്ധു. ഇനി നമുക്കുള്ളത് ഗംഗാ സമതലമാണ്. ഏതാണ്? ഗംഗാ സമതലം. ഗംഗയും ഗംഗയുടെ പോഷക നദികളും രൂപം കൊള്ളിക്കുന്ന സമതലമാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. ഗംഗയും ഗംഗയുടെ പോഷക നദികളും. ഉത്തരമഹാസമതലത്തിലെ വലിയ സമതലം ഏതാണെന്ന് വെച്ചാൽ അത് ഗംഗാ സമതലമാണ്. ഉത്തരമഹാസമതലത്തിലെ വലിയ സമതലം ഏതാണ്? ഗംഗാ സമതലമാണ്. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ സ്ഥിതി ചെയ്യും. നമുക്ക് തിരിച്ചു പറയാം. പടിഞ്ഞാറ് യമുന നദി മുതൽ കിഴക്ക് ബംഗ്ലാദേശ് വരെയാണ് ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണ്? പടിഞ്ഞാറ് യമുന നദി മുതൽ കിഴക്ക് ബംഗ്ലാദേശ് വരെയാണ് ഗംഗാ സമതലം. ഹരിയാന സമതലത്തിന് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് ആയിട്ടാണ് എന്ത് വ്യാപിച്ചു കിടക്കുന്നത്? ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, ഇനി വരുന്നത് അസം ബ്രഹ്മപുത്ര. പടിഞ്ഞാറ് യമുന നദി മുതൽ കിഴക്ക് ബംഗ്ലാദേശ് വരെയാണ് ഗംഗാ സമതലം. ഹരിയാന സമതലത്തിന് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് ആയിട്ടാണ് എന്ത് വ്യാപിച്ചു കിടക്കുന്നത്? ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി സ്ഥിതി ചെയ്യുന്ന സമതല പ്രദേശം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഗംഗാ സമതലം പറയാം. ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏതാണ്? അത് പഞ്ചാബ് ഹരിയാന സമതലമാണ്. എന്നാൽ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏതാണ്? അത് നമ്മുടെ ഗംഗാ സമതലമാണ്. ഓക്കെ, ഇനി വരുന്നത് അസം ബ്രഹ്മപുത്ര സമതലമാണ്. അസം സമതലം അല്ലെങ്കിൽ ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളും കൂടി ചേർന്ന് രൂപപ്പെടുത്തുന്നതാണ് ഏത്? ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ഇവിടെ കൂടുതൽ കൃഷി ചെയ്യുന്നത് ചണമാണ് കേട്ടോ. ചണകൃഷി കൂടുതലുള്ള സമതല പ്രദേശമാണ് ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്രയും പോഷക നദികളും ചേർന്ന് രൂപം കൊള്ളുന്നു. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വരുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ ഉത്തരമഹാസമതലത്തെ 4ആയിട്ട് തിരിച്ചു അല്ലേ? മരുസ്ഥലി ബാഹർ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം, അങ്ങനെ 4ആയിട്ട് തിരിച്ചു. ക്ലിയർ ആണല്ലോ 4 കാര്യങ്ങളും. ഇനി നമുക്ക് സുന്ദർബൻസ് ഡെൽറ്റയും കൂടി നോക്കാം. ഉത്തരമഹാസമതലം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒന്നാണ് ഏത്? സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്നത്. അതായത് എക്കൽ മണ്ണിൻ്റെ നിക്ഷേപം കൂടുതലുള്ള പ്രദേശമാണ് എന്ന് പറയുന്നത് ഡെൽറ്റ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഏത്? സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്നത്.
യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. നമ്മുടെ സുന്ദർബൻസ് ഡെൽറ്റ 1992 റാംസർ പട്ടികയിൽ ഇടം നേടിയത്. 1992 സുന്ദർബൻസ് ഡെൽറ്റ എന്തിലിടം നേടി? റാംസർ പട്ടികയിൽ ഇടം നേടി. 2018 തണ്ണീർത്തടമായിട്ട് സുന്ദർബൻസിനെ പ്രഖ്യാപിച്ചു. സുന്ദർബൻസിനെ തണ്ണീർത്തടമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 2018. ഇവിടെ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? പീറ്റ് മണ്ണാണ്. കണ്ടൽ പ്രദേശങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? പീറ്റ് മണ്ണാണ്. ഉത്തരമഹാസമുദ്രത്തെക്കുറിച്ചെടുത്ത ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. താങ്ക്